ഹായ്, എല്ലാവർക്കും സ്വാഗതം. 3 വേർഡ്സ് പെർ ഡേ എ ചലഞ്ച് എന്നുള്ള വീഡിയോയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നമുക്കിനി 3 വൊക്കാബുലറീസ് ഇന്ന് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് 3 വൊക്കാബുലറീസ് നമുക്ക് അർത്ഥം നോക്കാം. ആദ്യത്തെയാണ് എബൗണ്ട് എന്നുള്ളത്. എബൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളമായിട്ടുള്ളത് അല്ലെങ്കിൽ സമൃദ്ധമായിട്ടുള്ളത് എന്നൊക്കെ ഉണ്ടാണ്. ബി പ്ലെന്റിഫുൾ. പ്ലെന്റി എന്ന് നമ്മൾ പറയും. പ്ലെന്റി ഓഫ് എന്നുള്ള യൂസ് നമ്മൾ സാധാരണയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പ്ലെന്റി ഓഫ് റിസോഴ്സസ്, പ്ലെന്റി ഓഫ് ടൈം, പ്ലെന്റി ഓഫ് ടാലൻസ്, പ്ലെന്റി ഓഫ് സ്കിൽസ്, പ്ലെന്റി ഓഫ് റൺസ്, പ്ലെന്റി ഓഫ് ഗോൾസ്. അപ്പം ഇങ്ങനെ ധാരാളമായിട്ടുള്ളതിനെല്ലാം നമുക്ക് പ്ലെന്റി ഓഫ് എന്നുള്ള യൂസേജ് വെച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പ്ലെന്റി ഓഫ് എന്നാണ് ശരി. പ്ലെന്റി കഴിഞ്ഞിട്ട് ഓഫ് ആണ് യൂസ് ചെയ്യുക. പ്ലെന്റിഫുൾ എന്ന് വെച്ചാൽ ധാരാളമായിട്ടുള്ളത്, സമൃദ്ധമായിട്ടുള്ളത് എന്നൊക്കെയുള്ള അർത്ഥം വരുന്നതാണ്. അപ്പോൾ അതാണ് എബൗണ്ടിന്റെ അർത്ഥം. അപ്പോൾ അത് സാധാരണയായിട്ട് ഫോളോഡ് ബൈ ഇൻ ഓർ വിത്ത്. എബൗണ്ട് കഴിഞ്ഞാൽ ഇൻ അല്ലെങ്കിൽ വിത്ത് യൂസ് ചെയ്യാന്നുള്ളതാണ്. എബൗണ്ട് ഇൻ അല്ലെങ്കിൽ എബൗണ്ട് വിത്ത്. പ്ലെന്റി കഴിഞ്ഞ ഓഫ് ആണ് യൂസ് ചെയ്യുന്നത്. പ്ലെന്റി ഓഫ് എന്നാണ്. പ്ലെന്റി ഓഫ്. അല്ലെങ്കിൽ ബി റിച്ച്, സമൃദ്ധമായിട്ടുള്ളത്. ടീം എന്നുള്ള അർത്ഥം. TEEM, ടീം. TEAM ടീം അല്ല, TEEM ആണ്. ഇതാണ് അതിന്റെ അർത്ഥം. എബൗണ്ടിന്റെ അർത്ഥം ധാരാളമായിട്ടുള്ളത്, സമൃദ്ധമായിട്ടുള്ളതൊക്കെയാണ്. അതർ ഫോംസ് ഒന്നുമില്ല. എബൗണ്ട് എന്ന് തന്നെയാണ് യൂസ് ചെയ്യുന്നത് എല്ലാവരും. How to use it in sentences? The Middle East is abound in oil. മിഡിൽ ഈസ്റ്റിൽ ധാരാളമായിട്ട് എണ്ണ നമുക്ക് കാണാൻ സാധിക്കും. The Middle East is abound in oil. Abound with ഒന്ന് യൂസ് ചെയ്യാം. The Middle East is abound with oil. He is always abound with fresh ideas. ധാരാളം നല്ല പുതിയ പുതിയ നവീനമായിട്ടുള്ള ഐഡിയാസ്, ആശയങ്ങൾ എപ്പോഴും അവനിലുണ്ട്, അല്ലെങ്കിൽ അവന്റെ പക്കലുണ്ടെന്നുള്ള. He is always abound with fresh ideas. He is plenty of fresh ideas എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈസ് ഓൾവേസ് റിച്ച് ഇൻ എന്നാണ് പറയുന്നത്. റിച്ച് ഇൻ. ഈസ് ഓൾവേസ് റിച്ച് ഇൻ. നമ്മൾ മേലെ പറഞ്ഞ ബി റിച്ച് എന്ന് പറയുന്നത്. ബി റിച്ച് പണക്കാരനാകുക എന്നുള്ളതല്ല, ധാരാളമായി സമൃദ്ധമായിട്ടുള്ള ഏതെങ്കിലും ഒരു അവസ്ഥയാണ് ബി റിച്ച്. ഈസ് ഓൾവേസ് റിച്ച് ഇൻ ഫ്രഷ് ഐഡിയാസ് എന്നാണ് പറയാൻ പറ്റും. കേരള ഈസ് അബൗണ്ട് വിത്ത്. സോറി, ഇവിടെ വിത്ത് എന്നുള്ളത് സ്പെല്ലിങ് ലെറ്റർ മിസ് ചെയ്തിട്ടുണ്ട്. സോറി. കേരള ഈസ് അബൗണ്ട് വിത്ത് ഓർ അബൗണ്ട് ഇൻ ഗ്രീനറീസ്. ധാരാളം പച്ചപ്പുകളുള്ള അല്ലെങ്കിൽ പച്ചപ്പുകൾ സമൃദ്ധമായിട്ടുള്ളൊരു സ്ഥലമാണ് കേരള എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു അർത്ഥം വരുന്നതാണ് എബൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ എബൗണ്ട് കഴിഞ്ഞാൽ എപ്പോഴും ഒന്നുകിൽ ഇൻ അല്ലെങ്കിൽ വിത്ത് യൂസ് ചെയ്യണം എന്നുള്ളൊരു പ്രിൻസിപ്പിൾ ഉണ്ട്. അത് എബൗണ്ട് ഇൻ അല്ലെങ്കിൽ എബൗണ്ട് വിത്ത്. ഈസ് അബൗണ്ട് വിത്ത് ഫ്രഷ് ഐഡിയാസ്. കേരള ഈസ് അബൗണ്ട് ഇൻ ഗ്രീനറീസ്. ദ മിഡിൽ ഈസ്റ്റ് ഈസ് അബൗണ്ട് വിത്ത് ഓർ അബൗണ്ട് ഇൻ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് എന്നൊക്കെ നമുക്ക് പറയാം. ധാരാളമായിട്ടുള്ളത്, സമൃദ്ധമായിട്ടുള്ളത് എന്നുള്ള അർത്ഥം വരുന്നതാണ്. അടുത്താണ് എബ്രസ്റ്റ് എന്നുള്ള. എബ്രസ്റ്റിന് അടുത്തടുത്ത് എന്നുള്ളതാണ്. അപ്പൊ ആദ്യത്തെ അബൗണ്ട് എന്നുള്ള വേർബാണ്. ഇത് ആഡ്വേർബാണ്. സൈഡ് ബൈ സൈഡ് ആൻഡ് ഫേസിങ് ദ സെയിം വേ ഓർ സെയിം ഡിറക്ഷൻ. ഒരേ ദിശയിലേക്ക് നോക്കി നിൽക്കുന്ന അല്ലെങ്കിൽ ഒരേ ദിശയിലേക്ക് അഭിമുഖീകരിച്ച് നിൽക്കുന്നതാണ് എബ്രസ്റ്റ് എന്ന് പറയുന്നത്. അത് സാധാരണയായിട്ട് ഫോളോഡ് ബൈ ഓഫ്. എബ്രസ്റ്റ് കഴിഞ്ഞ് ഓഫ് കൂടെ യൂസ് ചെയ്തിട്ടാണ് സെന്റൻസിൽ നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. എബ്രസ്റ്റ് ഓഫ്. പിന്നെ അതിനുള്ള മറ്റൊരു അർത്ഥമാണ് അപ് ടു ഡേറ്റ് എന്നുള്ളത്. അപ് ടു ഡേറ്റ് എന്ന് പറഞ്ഞാൽ കാലികമായിട്ടുള്ള, സമകാലീനമായിട്ടുള്ള, എപ്പോഴും നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് എബ്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ സെൻറ്റൻസുകൾ എക്സാമ്പിൾസ് നമുക്ക്. ദ പാത്ത് വാസ് വൈഡ് ഇനഫ് ഫോർ 2 people ടു വാക്ക് എബ്രസ്റ്റ്. 2 ആൾക്കാർക്ക് പിന്നെ അടുത്തടുത്ത് നടന്നു പോകുവാൻ തക്ക വലുപ്പത്തിലുള്ള വഴിയാണ് എന്നുള്ളതാണ്. ദ പാത്ത് വാസ് വൈഡ് ഇനഫ്. വാസോ ഈസ് യൂസ് ചെയ്യാം. ദ പാത്ത് ഈസ് വൈഡ് ഇനഫ് എന്നാൽ ആ വഴി 2 പേർക്ക് നടന്നു പോകാൻ, അടുത്തടുത്ത് നടന്നു പോകാൻ പറ്റിയ തരത്തിലുള്ള അല്ലെങ്കിൽ അത്രയ്ക്ക് വീതിയുള്ളൊരു വഴിയാണ് എന്നുള്ളതാണ്. അല്ല, വഴിയായിരുന്നു. ദ പാത്ത് വാസ് വൈഡ് ഇനഫ് ഫോർ 2 people ടു വാക്ക് എബ്രസ്റ്റ്. ഐ ട്രൈ ടു കീപ് എബ്രസ്റ്റ് ഓഫ് എനി ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്. സാങ്കേതികപരമായിട്ടുള്ള എല്ലാ മാറ്റങ്ങളും അല്ലെങ്കിൽ മുന്നേറ്റങ്ങളും അത് ഞാൻ എപ്പോഴും അതുമായിട്ട് അത് അപ്ഡേറ്റ് ചെയ്ത് പോകാറുണ്ട്, അപ് ടു ഡേറ്റ് ആകാറുണ്ട് എന്നുള്ളതാണ്.
സിമ്പിൾ മീനിങ് അപ് ടു ഡേറ്റ് നമ്മൾ കേൾക്കാറുള്ളതാണ്. അപ്പോൾ അതിന് അബ്രസ്റ്റ് എന്നുള്ള വാക്ക് നമുക്ക് യൂസ് ചെയ്യാം. അബ്രസ്റ്റ് എന്ന് പറയാം. അബ്രസ്റ്റ് അല്ല, അബ്രസ്റ്റ്. സൈഡ് ബൈ സൈഡ് അല്ലെങ്കിൽ അപ് ടു ഡേറ്റ്. ദ കമ്പനി കീപ്സ് അബ്രസ്റ്റ് ഓഫ് എനി ചേഞ്ചസ് ഇൻ ദിസ് ഫീൽഡ്. ആ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിലെ ചേഞ്ചസ്, മാറ്റങ്ങൾ എപ്പോഴും അതിനോട് ഒത്ത് പോകുന്ന ഒരു കമ്പനിയാണ് എന്നുള്ളത്. കമ്പനി കീപ്സ് അബ്രസ്റ്റ്. കീപ്സ് അബ്രസ്റ്റ് എന്ന് പറഞ്ഞാൽ കീപ്സ് അപ് ടു ഡേറ്റ് ഓഫ് എനി ചേഞ്ചസ് ഇൻ ദിസ് ഫീൽഡ്. അതിൻ്റെ മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ മാറ്റങ്ങളും അത് എപ്പോഴും കമ്പനി അപ് ടു ഡേറ്റ് ആണ്, അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അതിനകത്തിൽ ഡിലേ ഒന്നും വരുത്താറില്ല. അല്ലെങ്കിൽ ടെക്നോളജിക്കൽ ചേഞ്ചസിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചേഞ്ചസിലൊന്നും പിന്നിൽ പോകാറില്ല. അതുമായിട്ട് എപ്പോഴും സമസമം മുന്നോട്ട് പോകാറുണ്ട് എന്നുള്ള അർത്ഥം തന്നെ. കീപ്സ് അബ്രസ്റ്റ് ഓഫ് എനി ചേഞ്ചസ് ഇൻ ഹിസ് ഫീൽഡ്. അതാണ് എബ്രസ്റ്റ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ അതെപ്പോഴും ഓഫ് ചെയ്യാത്താണ് യൂസ് ചെയ്യുന്നത്. എബ്രസ്റ്റ് ഓഫ്. ആദ്യത്തെ വാക്ക് എബൌണ്ട് കഴിഞ്ഞിട്ട് ഇൻ അല്ലെങ്കിൽ വിത്ത് ആണ് യൂസ് ചെയ്യുന്നത്. എബൌണ്ട് ഇൻ ഓർ എബൌണ്ട് വിത്ത്. മറ്റ് രീതിയിലുള്ള യൂസ് ചെയ്യുന്നില്ല. എബൌണ്ട് ഓൺ എന്നോ എബൌണ്ട് അബൌട്ട് എന്നോ എബൌണ്ട് ഫോർ എന്നോ അങ്ങനെ യൂസ് ചെയ്തില്ല. എബൌണ്ട് ഇൻ അല്ലെങ്കിൽ എബൌണ്ട് വിത്ത് എന്നാണ് യൂസ് ചെയ്യുന്നത്. എബ്രസ്റ്റ് കഴിഞ്ഞാൽ ഓഫ് ആണ് യൂസ് ചെയ്യുന്നത്. OF, എബ്രസ്റ്റ് ഓഫ്. ഐ ആം വാക്കിംഗ് എബ്രസ്റ്റ് ഓഫ് ഹിം എന്ന് പറഞ്ഞാൽ ഐ ആം വാക്കിംഗ് സൈഡ് ബൈ സൈഡ് വിത്ത് ഹിം എന്നുള്ളതാണ്. മൂന്നാമത്തെ വൊക്കാബുലറിയാണ് എബ്രോഡ് എന്നുള്ളത്. എബ്രോഡ് നമ്മൾ സാധാരണയായിട്ട് ജനറലായിട്ട് കേൾക്കാറുള്ള ഒരർത്ഥം വരുന്ന വാക്കാണ് എബ്രോഡ്. വിദേശത്തെന്നുള്ള, വിദേശ രാജ്യങ്ങളിൽ എന്നുള്ള, വിദേശ രാജ്യത്ത് അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങൾ എന്നുള്ളൊരു അർത്ഥം വരുന്നതാണ് എബ്രോഡ്. ഇൻ ഓർ ടു എ ഫോറിൻ കൺട്രി ഓർ കൺട്രീസ്. അത് ആഡ്വർബാണ്. അപ്പം ഇതാണ് സർവ്വസാധാരണമായിട്ട് നമ്മൾ അറിയാവുന്ന ഒരു അർത്ഥം എബ്രോഡ് എന്നുള്ളതിൻ്റെ. വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്ന ഒരവസ്ഥ എബ്രോഡ്. അതിന് വൈഡ്ലി എന്ന് പറഞ്ഞാൽ സ്കാറ്റർ അബ്രോഡ് എന്ന് പറയും. സ്കാറ്റർ എന്ന് പറഞ്ഞാൽ ചിന്നിച്ചിതറി കിടക്കുക, പിന്നെ സ്കാറ്റർ ചെയ്യാന്നൊക്കെ പറയില്ല. ഏതെങ്കിലും ഒരു കാര്യം സ്കാറ്റർ ചെയ്ത് കിടക്കുന്നതിനെ നമുക്ക് എബ്രോഡ് എന്നുള്ള വാക്കുകൊണ്ട് നമുക്ക് മെൻഷൻ ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ ഇൻ സർക്കുലേഷനിലുള്ളത്. റൂമർ എബ്രോഡ്, റൂമർ ഇൻ സർക്കുലേഷൻ എന്നൊക്കെ അർത്ഥം വരുന്നത്. അപ്പം അതിൻ്റെ സെന്റൻസിൽ നമുക്ക് നോക്കാം. ഹി ഈസ് അബ്രോഡ് ഫോർ എ പ്രൊഫഷണൽ മീറ്റിംഗ്. ഔദ്യോഗികമായിട്ടുള്ള ഒരു മീറ്റിങ്ങിന് അദ്ദേഹം അല്ലെങ്കിൽ അവൻ വിദേശത്താണ്. അത് നമുക്കറിയാം, ആ മീനിങ് നമുക്കറിയാം. ഹി ഈസ് അബ്രോഡ് ഫോർ എ പ്രൊഫഷണൽ മീറ്റിംഗ്. ഹി ഈസ് അബ്രോഡ് ബിക്കോസ് ഹി ഈസ് ഇൻ എ ഫോറിൻ ലാൻഡ്, ഹി ഈസ് ഇൻ എ ഫോറിൻ കൺട്രി എന്ന അർത്ഥം എന്നാണ്. ഹി ഈസ് ലിവിങ് അബ്രോഡ്. ഹി ഈസ് ലിവിങ് അബ്രോഡ് വിത്ത് ഹിസ് ഫാമിലി. കുടുംബവുമായിട്ട് വിദേശത്താണ് താമസിക്കുന്നത്. എവിടെയാണെന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഹി ഈസ് അബ്രോഡ്, വിദേശത്താണ്. ദ ഡ്രോപ്ഡ് കോയിൻസ് ഫ്രം മൈ ഹാൻഡ് സ്പ്രെഡ് എബ്രോഡ്. സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ സ്കാറ്റർഡ് എന്നുള്ളത്. എൻ്റെ കയ്യിൽ നിന്ന് പിന്നെ താഴെ പോയ നാണയങ്ങളെല്ലാം ചിന്നിച്ചിതറിപ്പോയതാണ്. സ്പ്രെഡ് അല്ലെങ്കിൽ സ്കാറ്റേർഡ്, വൈഡ്ലി, പലയിടത്തായിട്ട് അത് ചിന്നിച്ചിതറിപ്പോയി എന്നുള്ളതാണ്. ദ ഡ്രോപ്ഡ് കോയിൻസ് ഫ്രം മൈ ഹാൻഡ് സ്പ്രെഡ് ഓർ സ്കാറ്റേർഡ് എബ്രോഡ്. സ്കാറ്റർ അബ്രോഡ് എന്ന് യൂസ് ചെയ്യാം. ഏതെങ്കിലും ഒരു സാധനം നമ്മുടെ വൈഡായിട്ട് സ്കാറ്റർ ചെയ്ത് കിടക്കുന്നതിനെ നമുക്ക് എബ്രോഡ് എന്നുള്ള യൂസേജിൽ കൂടെ നമുക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. പിന്നെ അത് റൂമറിൻ്റെ കാര്യം പറഞ്ഞു. സർക്കുലേഷനിലുള്ള, സർക്കുലേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിന് നമുക്ക് റൂമർ അബ്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂമർ ഇൻ സർക്കുലേഷൻ എന്നുള്ളതാണ്. ദ റൂമർ ഹി മെയ്ഡ് ഈസ് അബ്രോഡ്. അവൻ ഉണ്ടാക്കിയ ഒരു റൂമർ അത് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പലയിടത്തും. ഈസ് സ്മാർട്ട് ഇൻ മേക്കിംഗ് റൂമേഴ്സ് ആൻഡ് those rumors are abroad.
The rumors are circulating from here and there എന്നുള്ള അർത്ഥം മതി. ഇൻ സർക്കുലേഷൻ. അപ്പോൾ സർക്കുലേഷനിൽ എന്തുണ്ടെങ്കിലും അതിനെ നമുക്ക് എബ്രോഡ് എന്നുള്ള വാക്കുകൊണ്ട് നമുക്ക് മെൻഷൻ ചെയ്തതാണ്. വാട്ട് ഈസ് ഇൻ സർക്കുലേഷൻ? സോ വി ക്യാൻ യൂസ് ഇറ്റ് വിത്ത് വൊക്കാബുലറി എബ്രോഡ്. So in order to a foreign country or countries, then what is scattered widely, so that is abroad, scatter abroad. And what is in circulation, so that is abroad, rumor abroad, rumor in circulation, or the newly published book abroad in circulation. The hot news abroad, ചൂട് വാർത്ത സർക്കുലേഷനിലാണ്. അപ്പം അങ്ങനെയുള്ള അർത്ഥം ഇൻ സർക്കുലേഷനുള്ള ഏത് കാര്യത്തിൽ നമുക്ക് എബ്രോഡ് എന്നുള്ള വാക്കുകൊണ്ട് വൊക്കാബുലറി കൊണ്ട് നമുക്ക് മെൻഷൻ ചെയ്യാനാണ്. അപ്പോൾ ഇതാണ് 3 ഇന്നത്തെ വൊക്കാബുലറീസ്: എബൗണ്ട്, എബ്രസ്റ്റ്, എബ്രോഡ്. എബൗണ്ട് എന്ന് പറഞ്ഞാൽ പ്ലെന്റിഫുൾ, ബി പ്ലെന്റിഫുൾ, സമൃദ്ധമായിട്ടുള്ളത്, ധാരാളമായിട്ടുള്ളത്, ഒത്തിരി ഉള്ളത്. എബ്രസ്റ്റ് എന്ന് പറഞ്ഞാൽ സൈഡ് ബൈ സൈഡ്, അടുത്തടുത്ത്. ഇൻ ദ എക്സാം ഹോൾ ഹി വാസ് സിറ്റിംഗ് എബ്രസ്റ്റ് ഓഫ് മീ. എക്സാം ഹോളിൽ അവൻ എൻ്റെ അടുത്തായിരുന്നു എന്നുള്ളതാണ്. ഹി വാസ് സിറ്റിംഗ് എബ്രസ്റ്റ് ഓഫ് മീ. Or in the bus, we were sitting I was sitting abreast of him. I was sitting abreast of my neighbor in the bus or the train. ട്രെയിനിൽ അല്ലെങ്കിൽ ബസ്സിൽ ഞാൻ എൻ്റെ അയൽക്കാരൻ്റെ അടുത്തായിരുന്നു ഇരുന്നത് എന്നുള്ള. അപ്പോൾ അങ്ങനെ അടുത്തടുത്തെന്നുള്ളൊരു അർത്ഥം തന്നെ എബ്രസ്റ്റ് എന്ന് പറഞ്ഞു. പിന്നെ എബ്രോഡ് ജനറൽ മീനിങ് നമുക്കറിയാം, വിദേശത്തു നിന്നുള്ള, ഫോറിൻ കൺട്രീസ് എന്നുള്ള. പിന്നുള്ള സ്കാറ്റർ വൈഡ്ലി അല്ലെങ്കിൽ ഇൻ സർക്കുലേഷൻ. വാട്ട് ഈസ് ഇൻ സർക്കുലേഷൻ? ഇഫ് ഇറ്റ് ഈസ് റൂമർ, if it is some kind of newspaper or some publication, books, etc., etc. So if that is in circulation, we can use abroad, rumor abroad, the newly published book abroad, the hot news abroad, the magazine abroad, etc., etc. അപ്പോൾ ഇതാണ് ഏറ്റവും ഇന്നത്തെ പ്രധാനപ്പെട്ട 3 വൊക്കാബുലറീസ്. ഇത് നമ്മൾ പിന്നെ ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്ന കണ്ടീഷനിൽ നമുക്ക് അതിൻ്റെ ഡെയിലി ലൈഫിൽ നമുക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാവുന്ന വാക്കുകളാണ്. കാരണം ഇതുപോലുള്ള അർത്ഥം വരുന്ന തലങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ വാക്കുകൾ അതിൻ്റെ പ്രാധാന്യം അനുസരിച്ച് നമുക്ക് തീർച്ചയായിട്ടും അതിനെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ 3 വാക്കുകൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കുക. അതിൻ്റെ അർത്ഥങ്ങൾ വളരെ പ്രധാനപ്പെട്ടാണ്. അപ്പോൾ എബ്രോഡ് എന്നുള്ളത് സാധാരണ എല്ലാവരും കേട്ടിട്ടുണ്ട്, വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളതാണ്. അപ്പോൾ ഏതൊരു വാക്കുകൾ, എസ്പെഷ്യലി വി പീപ്പിൾ, മലയാളീസ്, നമ്മൾ കേൾക്കുന്ന പല വാക്കുകൾക്ക് നമുക്ക് ചിലപ്പോൾ അതിൻ്റെ ഒരു സാധാരണയായിട്ടുള്ളൊരു മീനിങ്, ഒരു അർത്ഥം മാത്രമേ നമുക്കറിയത്തില്ല. പക്ഷേ ഓരോ വാക്കിനും പല അർത്ഥങ്ങളുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള അർത്ഥങ്ങൾ വരുന്ന രീതിയിലുള്ള മീനിങ്സ് ആയിരിക്കും ഓരോ വാക്കിനും ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഈ എബ്രസ്റ്റ് എന്നുള്ള വാക്കിന് സൈഡ് ബൈ സൈഡ് എന്നുണ്ട്, അപ് ടു ഡേറ്റ് എന്നുണ്ട്. ഒറ്റ വാക്കിന് 2 ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റാണത്. അതുപോലെ തന്നെ എബ്രോഡ് എന്നുള്ളത് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള അർത്ഥം വരുന്നുണ്ട്. പിന്നെ ഈ സർക്കുലേഷൻ, ഇൻ സർക്കുലേഷൻ, കാരണം ഈ 2 അർത്ഥവും കോൺട്രാഡിക്ടറിയാണ്. കോൺട്രാഡിക്ടറി എന്ന് പറഞ്ഞാൽ 2 തലത്തിൽ, വ്യത്യസ്തമായുള്ള 2 തലത്തിലെ കോണ്ടെക്സ്റ്റിൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈസ് അബ്രോഡ് എന്ന് പറയുമ്പോൾ ദ ന്യൂസ് അബ്രോഡ് എന്നുള്ള അർത്ഥം രണ്ടും 2ആണ്. ഈസ് അബ്രോഡ് എന്ന് പറഞ്ഞാൽ അവൻ വിദേശത്താണ്. ദി റൂമർ അബ്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ദ ന്യൂസ് അബ്രോഡ്, അല്ലെങ്കിൽ ദ ന്യൂലി പ്രിന്റഡ് ആൻഡ് പബ്ലിഷ് ബുക്ക് അബ്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ബുക്ക് വിദേശത്തെന്നുള്ള അർത്ഥമല്ല, പുതിയ ബുക്ക് സർക്കുലേഷനിലാണ്, അല്ലെങ്കിൽ ന്യൂസ് സർക്കുലേഷനിലാണ്, റൂമർ സർക്കുലേഷനിലാണ് എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ 2 തലത്തിലാണ്, 2 കോണ്ടെക്സ്റ്റിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മോറോലെസ് എല്ലാ ഇംഗ്ലീഷ് വൊക്കാബുലറിക്കും അല്ലെങ്കിൽ ഇംഗ്ലീഷ് വേർഡ്സിനും ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള അർത്ഥതലങ്ങളുണ്ട്. അപ്പോൾ അവയെ നമുക്ക് കൃത്യമായിട്ട് പൂർണ്ണമായിട്ടും 100% നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ലെങ്കിലും കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷ് യൂസിൽ നമുക്കത് തീർച്ചയായിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യുകയും നമ്മുടെ ഫ്ലുവൻസിയെ, അത് ഏതെങ്കിലും തരത്തിൽ, ഒന്നെങ്കിൽ സംസാരിക്കുന്ന തലത്തിലാണെങ്കിൽ അങ്ങനെ, നമുക്ക് എഴുതാൻ പറ്റുന്ന തലത്തിലാണെങ്കിൽ അങ്ങനെ, കമ്മ്യൂണിക്കേഷൻ, കറസ്പോണ്ടൻസ്, അതൊക്കെ ഉണ്ടല്ലോ, ആ തലത്തിലൊക്കെ നമുക്ക് ഇതുപോലുള്ള വൊക്കാബുലറീസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ
അത് നമ്മളുടെ സ്റ്റാൻഡേർഡിനെ തീർച്ചയായിട്ടും ഉറപ്പുവരുത്തുന്നതാണെന്നുള്ളതിന് അതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഈ 3 വാക്കുകൾ കൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു. അടുത്ത 3 വാക്കുകളുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. വീഡിയോ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ പ്രധാനപ്പെട്ട വാക്കുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.